കുടിവെള്ള വിതരണം തടഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിയിൽ കടുത്ത പ്രതിഷേധവുമായി സർക്കാർ. കുടിവെള്ള വിതരണം ചെയ്യാൻ നാളെയും അനുമതി ലഭിച്ചില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. അതേസമയം കരുണ എസ്റ്റേറ്റിൽ വീണ്ടും സർവേ നടത്തുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. കടുത്ത വേനലിൽ കുടിവെള്ള വിതരണം തടഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിയോട് യോജിക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തെ മാനിക്കുന്നുവെങ്കിലും ജനങ്ങൾക്ക് കുടിവെള്ളം തടസ്സപ്പെടുത്തുന്ന നടപടിയെ അനുകൂലിക്കുന്നില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നാളേക്ക് അനുമതി കിട്ടുന്നില്ലെങ്കിൽ നിയമ നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഗവൺമെൻറ് ആലോചിക്കുകയാണ്. ഏത് സാഹചര്യത്തിലും ജനങ്ങളുടെ കുടിവെള്ളം ഉറപ്പാക്കുന്നതിന് ഗവൺമെന്റ് വേണ്ട നടപടിയെടുക്കും. ചട്ടം നിലനിൽക്കുന്നതിനാൽ കശുവണ്ടി ഫാക്ടറികളിലെ തൊഴിലാളികൾക്ക് സൗജന്യ റേഷൻ നൽകാൻ കഴിയുന്നില്ല. സമഗ്ര ഇൻഷുറൻസ് പദ്ധതിയും കൃത്യമായി നടക്കുന്നില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിവരാവകാശ നിയമം അട്ടിമറിച്ചുവെന്ന ആരോപണം തെറ്റാണെന്നും വ്യാഖ്യാനത്തിൽ വന്ന പിശകാണിതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ആവശ്യപ്രകാരം വന്ന ഒരു കാര്യമാണ്. പക്ഷേ അതിന്റെ വ്യാഖ്യാനം വന്നത് തിരിച്ചായി പോയി എന്നുള്ളതാണ്. ഏതായിരുന്നാലും അത് നാളെ പരിശോധിക്കും. അതിനകത്ത് തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തുകയും ചെയ്യും. നെല്ലിയാമ്പതിയിലെ 3129 ഏക്കർ ഭൂമിയിൽ വീണ്ടും സർവേ നടത്തുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. വനം, സർക്കാർ, സ്വകാര്യ ഭൂമികൾ വേർതിരിക്കാൻ വേണ്ടിയാണ് സർവേ നടത്തുന്നത്. അത് നടത്തുമല്ലോ, നടത്തിയേ പറ്റത്തുള്ളല്ലോ. കോൺഗ്രസിനുള്ളിൽ പ്രശ്നങ്ങളില്ലെന്നും എല്ലാവരും ഒറ്റക്കെട്ടായാണ് മുന്നോട്ട് പോകുന്നതെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.